വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ അതിന് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. എൻ്റെ കയ്യിൽ 2 ഉരുളക്കിഴങ്ങേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ അതെടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അളവ് അനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കാം. അതിനുശേഷം അത് പുഴുങ്ങണം ഗൈസ്. തൊലി ചെത്തിയിട്ട് വേണം പുഴുങ്ങാൻ, പക്ഷെ പുഴുങ്ങിയിട്ട് തൊലി ചെത്തണയാണ് കുറച്ചും കൂടെ എളുപ്പം, പെട്ടെന്ന് ഇളവി വരും. അങ്ങനെ കുക്കറിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് കിഴങ്ങും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും അടിച്ചിട്ട് ഒരു 1-2 ബിസില് അടിക്കണവരെ നമുക്ക് വച്ചിരിക്കണം. കിഴങ്ങ് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് നല്ലതായിട്ട് വേവണം. അത് എത്ര ബിസിൽ വേണമെങ്കിൽ അത്ര ബിസിൽ അടിക്കാം. നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ചു അതെടുത്ത് വെച്ചു, അങ്ങനെ റെഡിയായി വന്നു. നമ്മൾ കയ്യും സ്പൂണൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അതിനെ ഇടിച്ചു വെച്ചതിന് ശേഷം അതിനകത്തും ആവശ്യത്തിനധികം മുളകൊടിയും ഉപ്പും ആണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് നിങ്ങൾക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഉപ്പും. പിന്നെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയുടെ ഇടാൻ മറക്കരുത് കേട്ടോ. മല്ലിയില തന്നെ ഇടണം, നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പിന്നെ ഇടുന്നത് അരിപ്പൊടിയാണ്. ഇതിനകത്ത് കോൺഫ്ലവർ ആണ് ഇടാനുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയി നല്ല രസമായിട്ട് വരത്തുള്ളൂ. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടി ഇട്ടത്. നിങ്ങൾക്ക് കോൺഫ്ലവർ ഉള്ളവർ കോൺഫ്ലവർ തന്നെ ചേർക്കുക, ഇല്ലാത്തവർ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ചേർക്കുക. ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് കണ്ണുകൂടി നന്നായിട്ട് മിക്സ് വെൽ വെച്ചിരിക്കുന്നൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ചും കൂടെ മുളകോടി ഇട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ടൊക്കെ ഞാൻ കുറച്ച് വട്ടത്തിലും നീളത്തിലും ചുരുണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നത്രയും. അതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ വേറൊരു പാത്രം ഗ്യാസ് കത്തിച്ച് വെച്ചു. അത് എണ്ണ അയച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നവരെ നന്നായിട്ട് ഒരു ക്രിസ്പി ടൈം വരെ നന്നായിട്ട് ഒന്ന് അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഇതിൻ്റെയൊക്കെ കൂടെ സോസുകൾ കഴിക്കാനാണ് കൂടുതലും കൂടെ ടേസ്റ്റ്. ടൊമാറ്റോ സോസ് മയോണൈസ് ഒക്കെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുയലിൻ്റെ ഷേപ്പ് അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെല്ലാം എടുത്തു. നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടോ, ടൊമാറ്റോ സോസും ഇതുമായിരുന്നു കഴിച്ചത്. നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരുന്നു, സോഫ്റ്റ് ആൻഡ് ടൈനി ആയിരുന്നു. കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.